നിങ്ങളിവിടെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് നേപ്പാളിലെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലേക്ക് എടുത്തോ, ഈ ഒരു ഇമേജ്. അതായത് ഈ ജനങ്ങളെ എപ്പോഴും ഇങ്ങനെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണാധികാരികളില്ലേ, അവർക്കൊക്കെ ശരിക്കും ഒരു പേടി സ്വപ്നമാവണം ഈ ഒരു സംഭവം. പവർ എപ്പോഴും ജനങ്ങളുടെ കയ്യിലാണ്. അത് ജനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് രക്ഷപ്പെടും. ഈ കഴിഞ്ഞ 36 മണിക്കൂറുകളായിട്ട് നേപ്പാളിൽ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറപ്ഷൻ തന്നെയാണ്. അവിടുത്തെ കറപ്ഷനെതിരെ നാട്ടുകാർ പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ അവർ ഇൻ്റർനെറ്റ് തന്നെ ബാൻ ചെയ്തു. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തി പ്രതികരിച്ച് അവിടുത്തെ യങ് ആയിട്ടുള്ള ജെൻസി പിള്ളേരിനെ 19 പേരിനെ വെടിവെച്ച് കൊന്നു അവിടുത്തെ പോലീസും പട്ടാളമൊക്കെ കൂടി ചേർന്നിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ ആരെങ്കിലും മിണ്ടാതെ ഇരിക്കുമോ? അങ്ങോട്ട് റവല്യൂഷൻ അങ്ങോട്ട് തുടങ്ങി 36 മണിക്കൂറുകൾ കൊണ്ട് അവിടുത്തെ ഭരണം, അവിടെ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ താഴെ ഇറങ്ങി റിസൈൻ ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഈ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഡിസ്ട്രാക്റ്റ് ഒക്കെ ചെയ്ത് കുറച്ച് കാലമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്ന കാര്യം.